മനസ്സിലാക്കുക, ദയവായി ക്ഷമിക്കുക. കേശവേട്ടൻ എന്നുള്ള ഒരു മനുഷ്യനെ പറ്റി ഞാൻ അധികം ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ അറിയുള്ളൂ. കേശവേട്ടന്റെ മകളാണ് സഖാവ് സിന്ധു എന്നുള്ളത്. അപ്പൊ എനിക്ക് ഊഹിക്കാൻ പറ്റും കേശവേട്ടൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത്. ആ ഒരൊറ്റ അറിവ് മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവ കഥയിലേക്കൊന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഞാൻ ആളുമല്ല. ഇവിടെ വന്നത് ചെയ്യുന്നത് ശരിയല്ല. ധാർമ്മികത എന്നുള്ള ഒരു കാര്യത്തെ പറ്റി പറയാനാണ് ആദ്യം ഖലീമിക്കയും ഇപ്പൊ മുഹമ്മദ് കുഞ്ഞിക്കയും എന്നോട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ എല്ലാ കാലവും നിൽക്കുന്ന ഒരു ധർമ്മം ഒന്നും ഇല്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും മാറാതെ നിൽക്കുന്ന ധർമ്മം എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. എന്നാലും ഉണ്ട് എല്ലാ കാലവും നിൽക്കുന്ന ചില നന്മകൾ, ലംഘിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജന്മം നൽകിയ, വളർത്തി വലുതാക്കിയ അച്ഛനെ, പാപ്പയെ, പിതാവിനെ കൊല്ലരുത് എന്നുള്ളത്. അതിൽപ്പെട്ട അതിനേക്കാൾ പവിത്രമായ, അതിനേക്കാൾ ധാർമ്മികമായ ഒരു കാര്യമാണ് 10 മാസം ചുമന്ന് 10 കൊല്ലം പോറ്റി വളർത്തിയ, 18 വയസ്സ് വരെയൊക്കെ പോറ്റി വളർത്തിയ അമ്മയെ, പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ഭോഗിക്കുന്നതിനെ പറ്റി, വിവാഹം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കരുത് എന്നുള്ളത്. ലോകത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ദുരന്ത നാടകം എന്ന് പറയുന്നത് ഒരു ചങ്ങാതി സ്വന്തം അച്ഛനെ കൊന്നിട്ട് അമ്മയെ കല്യാണം കഴിച്ച കഥയാണ്. നിങ്ങൾ പലർക്കും അത് അറിയാം. പണ്ട് തീപ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു. കുറെ കാലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നത്. കുറെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർക്ക് കുഞ്ഞു